അങ്ങനെ നിങ്ങളെല്ലാവരും ഒരുപാടായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള മക്കളുടെ ഹെയർ കട്ട് വീഡിയോ ഉണ്ടെന്നിട്ടുന്നത് നമ്മളിന്നേ മക്കളെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ടൗണൊക്കെ ഉണ്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. നമ്മളുടെ തിരൂര് താരിഫ് ബസാറിലുള്ള ഹനീഫാക്കൻ്റെ കടയിൽ നിന്നാണ് സാധാരണ നമ്മൾ വെട്ടൽ തിരൂരുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഷോപ്പ് അടച്ചത് കാരണം അവിടുന്ന് കുറച്ചപ്പുറത്ത് കുട്ടേട്ടൻ്റെ കട എന്ന് പറയുന്നതിന് തൊട്ടടുത്തായിട്ട് ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഇതിന് മുമ്പ് ഒരിക്കലെറ്റ് നമ്മൾ ഇവിടുന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾ പറയുന്ന പിന്നെ അവിടെ പോയിട്ട് വെട്ടാന്ന് പറഞ്ഞ് തമാം എന്നാണ് ആ ഷോപ്പിൻ്റെ പേര് വരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ലാസ്റ്റ് നമ്മൾ ആ ഒരു ഷോപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഷോപ്പ് കുറച്ച് ഉള്ളോട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളെ കണ്ണിപ്പെടുന്ന ഒരു സ്ഥലത്തല്ല കേട്ടോ. പക്ഷെ ഇവിടെ എത്തിയിട്ട് മക്കൾ അവർക്ക് ഇഷ്ടപ്പെട്ട 2 കട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ മക്കളെ ഹെയർ കട്ട് ഏത് മോഡലാണ് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെടുക്കരുത്. അതിൽ എന്താ ജുവാനാണിത് കേട്ടോ. അപ്പോൾ ജുവാൻ പറഞ്ഞ അവനക്ക് ആദ്യം ലോ ഫെയ്ഡാണ് കട്ട് ചെയ്യേണ്ടതെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മോനെ ഇങ്ങനെ അപ്പാച്ചി ആക്കാനൊക്കെ പറഞ്ഞിട്ട്. അപ്പം പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് എന്നാലും അപ്പാച്ചി കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഓക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അപ്പാച്ചി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോനോടെ ഇരുന്ന് കൊടുക്കാം കേട്ടോ. ഹെയർ കട്ട് വ്ളോഗ് ഇടാൻ എന്താണ് ഇത്ര വൈകിയെന്നുള്ളതിൻ്റെ ഒരു ആൻസറും കൂടി കേട്ടോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറയുന്നത്. നമ്മൾ മനഃപൂർവ്വം വൈകിച്ചല്ല കേട്ടോ. കാരണം മക്കളെ മുടി വലുതായിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നമുക്ക് ഒരു തിരക്കിലൊക്കെ വിട്ടുപോയിട്ട് പിന്നെ അങ്ങനെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് വൈകി പോയതാണ് കേട്ടോ. സോറി കേട്ടോ എല്ലാവരോടും. കാരണം ഒരുപാട് വീഡിയോസിലായി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മക്കളുടെ ഹെയർ കട്ടിൻ്റെ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാട്ടോ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇടാമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. മോനക്ക് ഒരുപാട് നേരം ഇതാ അതുപോലെ ഇങ്ങനെ അടങ്ങിയിരിക്കണതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ അവന് ഭയങ്കരമായിട്ട് മുഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളാണെങ്കിൽ അവൻ്റെ മേലുള്ള മുടിക്ക് തന്നെ തട്ടി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതാ അവൻ്റെ ഫേസൊക്കെ അത്യാവശ്യം നല്ല ഡള്ളായിട്ടുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സംഭവങ്ങളൊന്നും അവനെ സംബന്ധിച്ച് ഭയങ്കര ബോറടിക്കുന്ന സംഭവം കേട്ടോ. അതാണ് മുഖത്തൊന്നും ഒരു ഡള്ളായിട്ട് ആളിരിക്കുന്നത് കേട്ടോ. മുടി എങ്ങനെ ഉണ്ട് കട്ട് ചെയ്തത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. മുടിയൊക്കെ ഇതാ അതുപോലെ നല്ല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ജെല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കുന്നതിനോട് ഭയങ്കര ഇഷ്ടമാട്ടോ ആൾക്ക്. പിന്നെ ഈ സൈഡിലൊക്കെ ഉള്ള ഇങ്ങനെ ഈ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ഫിനിഷിങ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ മുടി കട്ട് ചെയ്തതിൻ്റെ ആ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ ഫിനിഷിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ. ഇതുപോലത്തെ ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സുകൾക്കും ചങ്ങൾക്കൊക്കെ മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മുടിയൊക്കെ കട്ട് ചെയ്തതിന് ലാസ്റ്റ് ഇതാ അതുപോലെ ബ്രഷ് വെച്ച് ഇങ്ങനെ തട്ടിയിടുമ്പോൾ ജുവാൻ പറയുന്നുണ്ട് അവനക്ക് നന്നായിട്ട് ഇക്കിളി പോയിട്ടുണ്ട്. കാരണം ഈ ഒരു സാധനം വെച്ച് ഭയങ്കര ഒരു രസമാണല്ലോ ആ സാധനം വെച്ചിട്ട് ഇങ്ങനെ തട്ടിയിടുമ്പോൾ. പിന്നെ ഇതാ ജെല്ലൊക്കെ വെച്ച് മുടി ഇങ്ങനെ ഫ്രണ്ടിൽ നല്ല സെറ്റാക്കി കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഫേസൊക്കെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഫ്രണ്ടിൽ അതുപോലെ മുടി അപ്പാച്ചിൽ കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞ അതേ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഫ്രണ്ടിൽ അതുപോലെ ആയിട്ട് ഉണ്ടാവല്. ബാക്ക് സൈഡിൽ നന്നായിട്ട് മുടി ട്രിം ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ അതുപോലെ കുറച്ച് മുടി ഇങ്ങനെ അതുപോലെ ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ആളെ മുടിയാണ് അടുത്തതായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. ലോ ഫെയ്ഡാണ് അവന് പറഞ്ഞില്ല. അവനക്ക് ഈ ഫ്രണ്ടിലുള്ള മുടി തീരെ കട്ട് ചെയ്യുന്നതിനോട് അവനക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. ബാക്ക് സൈഡിൽ എത്ര മുടി എടുത്തു കഴിഞ്ഞാലും ഫ്രണ്ട് സൈഡിൽ ആ ഒരു മുടി അങ്ങനെ തന്നെ വെക്കണം എന്നാണ് അവൻ്റെ ഒരു ഇത്. കാരണം അതെന്താന്ന് കാരണം നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു പൊറുതിയേടാണ്. കാരണം ഇത് കണ്ണിലും മൂക്കിലൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ട് വാർന്നു കഴിഞ്ഞാൽ വല്ലാണ്ട് മുടി ഉണ്ടാവും. പക്ഷെ ആൾക്ക് തീരെ ഫ്രണ്ടിലത്തെ മുടി കളയാൻ പാടില്ല. ബാക്കിൽ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുത്തോ എന്നാണ് അവൻ പറയാറ്. ലോ ഫെയ്ഡൊക്കെ ആയിട്ട് മുടി കട്ട് ചെയ്ത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉമ്മാൻ്റെ ഒരു ചോദ്യം കേട്ടോ, പിന്നെ മുടി വെട്ടിച്ചോ എന്നാണ് കേട്ടോ ചോദ്യം. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ കട്ട് ചെയ്ത പോലെ തോന്നുന്നില്ല കേട്ടോ. കാരണം ആ ഒരു ബാക്ക് സൈഡിൽ മാത്രം കുറച്ച് ഭാഗം മാത്രം എടുക്കും, ഫ്രണ്ടിൽ അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിലാരെയും പറയാറുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മോൻ്റെതും ഏകദേശം മുടി
പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കാരണം ബാക്ക് സൈഡിൽ മാത്രമല്ല എടുക്കാനുള്ളൂ, ഫ്രണ്ടിലൊന്നും കാര്യമായിട്ട് വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരാളത് അപ്പാച്ചി ആക്കിയിട്ടുണ്ട്, ഒരാളത് പിന്നെ ലോ ഫീഡ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹെയർ കട്ട് വ്ളോഗ് വരുന്നത്. അപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഈ ഒരു വ്ളോഗ് കണ്ടപ്പം. ഇതുപോലത്തെ ചാനൽ വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇവൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണേണ്ടതാ ഇതുപോലെ ആട്ടം ഉള്ളത്. അങ്ങനെ നമ്മൾ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്. ബൈ.